പ്രതി ഓന്തുഗോപാലൻ. രണ്ട് അലിഗേഷൻസ് ആണ് മേജർ രവിയുടെ ഉള്ളത്. ഒന്ന്, മോഹൻലാൽ പടം കണ്ടിട്ടില്ല എന്നുള്ള പറഞ്ഞത് ഞാൻ നുണ പറഞ്ഞു. ഞാൻ വെറും ശിക്കാരി ശംഭുവാണെന്ന് ഞാനതല്ലാന്ന് എനിക്ക് തെളിയിക്കണം. സത്യമോള് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും? ഞാൻ പറഞ്ഞത് പടം ഇറങ്ങി വരുന്ന സമയത്ത് പൃഥ്വിരാജ് വേറെ ലെവല്, അവനൊക്കെ ഭാഗ്യവാനാണ് ഇങ്ങനെ ഒരു പടമൊക്കെ ചെയ്യാം. പൃഥ്വിരാജ് എന്നുള്ള ഡയറക്ടറും ഇത് നോക്കേണ്ടതായിരുന്നു. ജനങ്ങളുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ടായിരിക്കണം ഒരു സിനിമ പുറത്തിറക്കുന്നത്. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയ? എന്നാൽ ഇനി ഞാനൊരു സത്യം പറയാം. അന്ന് പറയില്ല. കാരണം ഒരു പടം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മളെപ്പോലുള്ള ഒരാള് ആദ്യം ഇത് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നെഗറ്റിവിറ്റിയാണ്. അത് നല്ല വിചാരമായിപ്പോയി. പക്ഷെ ജനങ്ങൾ ഇളകിയപ്പം രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴും പറയുന്നു, അപ്പോഴും പറയുന്നു. ഞാൻ ഈ പറഞ്ഞത് നല്ലൊരു മറുപടിയേ അല്ല, വേറെ മോഡൻ കൊല്ലി ന്യായം മാത്രം. പക്ഷെ ജനങ്ങൾ ഇളകിയപ്പം ഉളുപ്പുണ്ടടാ ചക്കണക്ക്. എനിക്ക് കീർത്തിചക്ര എന്നുള്ള സിനിമ ചെയ്ത് എന്നെ മേജർ രവി ആക്കിയത് മോഹൻലാലാണ്. അതിന് ഈ ആന്റണി പെരുമ്പാവൂരോ ആരും ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാരാണ്? RB ചൗധരി സാറാണ്. അതിന് എനിക്ക് രണ്ടുപേരോട് കടപ്പാടുള്ളൂ. നീ അന്ന് നോവിച്ച് വിട്ടതൊരു പാമ്പിനെയാടാ. മോഹൻലാൽ പടം കണ്ടിരുന്നു. ഇപ്പോഴും അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ? മോഹൻലാലിനെ ആരെങ്കിലും ചളിവേറ്റി തേക്കാണെങ്കിൽ എനിക്ക് ആരെയും പെർമിഷൻ ഒന്നും വേണ്ട. എന്നിട്ട് നീ നന്ദി വേണോടാ, നന്ദി. മേജർ രവി ആരാണെന്ന് വെച്ചാൽ മോഹൻലാലിന്റെ ചങ്ക് തന്നെയാണ്. മോഹൻലാൽ വേണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഇപ്പൊ കറക്റ്റ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. മേജർ ഉറപ്പിച്ച് പറയുന്നുണ്ട് പ്രിവ്യൂ മോഹൻലാൽ കണ്ടിട്ടില്ലെന്നുള്ളത്. അതില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ നുണയനാക്കിട്ട് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഞാനല്ലേ ആദ്യം കണ്ടത്, പിന്നെ പത്രത്തിലൊക്കെ വന്നല്ലോ. ക്യാമറ ഈ ട്രോളും കാര്യങ്ങളൊന്നും ഞാൻ വായിക്കാറില്ല. മോനെ ബുള്ളറ്റുകളെ ഫേസ് ചെയ്തിട്ടില്ല. പിന്നെയാണ് നിങ്ങളുടെ സൈബർ അറ്റാക്ക്. ഒന്ന് പോവാൻ പറ. വെറുതെ ചിരിപ്പിക്കരുത്. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. പാവം.